ഏത് തറവാടിനും ഉണ്ടാവുമല്ലോ ഒരു കാര്യസ്ഥൻ. അങ്ങനെ ഒരു കാര്യസ്ഥൻ നമ്മുടെ തറവാടിനുമുണ്ട്, ചന്ദ്രപ്പൻ. ജീവിക്കാൻ ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട. ഇന്ന് ശനിയാഴ്ചയാണ്, പേപ്പാട് എടുക്കുന്നതിന് മുമ്പ് വേണം. ചന്ദ്രപ്പ ഒന്ന് നിൽക്കുമോ? ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കണമെന്ന് ആരും അറിയരുത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ചന്ദ്രപ്പൻ അതാ പോണ് കുഴലപ്പം കൊണ്ട്. പിന്നെ കുഴലപ്പം വെക്കാൻ ചന്ദ്രപ്പൻ വന്നിട്ടില്ല. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ വന്ന കൊറോണ. വീണ്ടും അടുത്ത പ്രതിസന്ധി ബാലുവിന് കൊറോണ. ശേഷം എന്താന്ന് നിങ്ങളിതാ സീനിലട് കണ്ടോളി. ഹലോ, ബാലു അല്ലേ? എന്നെ മനസ്സിലായോ? നീ എവിടെയുള്ളേ? ഞാനിപ്പോ ടൗണിലാണ്. എനിക്ക് ബാങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്ടേ. ആ ബാങ്ക് മാനേജർ വിളിച്ചിട്ടാണ് അങ്ങനെ ടാർജറ്റ് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് പോയിട്ട് ക്ലിയർ ചെയ്യണം. അധികം സമയം വരില്ല. 1-2 പ്രൊസീജിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിപ്പോ 5-10 മിനിറ്റിന്റെ സമയം. നീ മാർക്കറ്റിന്റെ അങ്ങോട്ട് വാ. ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ നിൽക്കില്ലേ? ദേവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഈ റേഷൻ കാർഡും ഈ സഞ്ചി കൂടെ ഒന്നും കൊണ്ടുപോയി വരുമ്പോ ഈ റേഷൻ കാർഡ് അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടോ. ഞാൻ റേഷൻ കട പോവാൻ, എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന അരി, ഫ്രീ കിട്ടുന്ന അരി ക്യൂ ഒന്നും മേടിക്കാം. പോയി മേടിച്ചാ പോരെ. ഞാൻ എന്തിനാ കുടിക്കുക? അതും ഈ അരക്കിട്ടയച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നാട്ടുകാരും കൂട്ടുകാരും കണ്ട എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കില്ല. എല്ലാ നാട്ടുകാരും റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നുണ്ട്. അവര് മേടിച്ചോട്ടെ, ഞാൻ എങ്ങനെ മേടിക്കുക? നിങ്ങൾ വാങ്ങിക്കുന്നത് ഈ കാർഡ് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഈ സഞ്ചി ഇങ്ങനെ പിടിച്ചാൽ മതി. അവര് അരി ഇങ്ങനെ തരും, അതിങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടെന്നാ ചോറ് വെക്കാം. റേഷൻ കടയിൽ ഞാൻ വേണ്ട, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ പൈസ ഉണ്ടോ കയ്യിൽ? ഇല്ലല്ലോ. ഈ വീടും പറമ്പും എന്നാ ചെക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ബാലൊക്കെ പുറത്ത് വിളിക്കാം. അച്ഛനും സുഖമില്ല. പിന്നെ വിളിക്കണ്ട. ശരി. ആരാ വന്നിരിക്കണ നോക്കിയേ. പാവം, അവൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നീ വരുന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നോളാടി. ഭക്ഷണം വേണ്ട ബാലു, ഭക്ഷണമൊക്കെ പിന്നീടാക്കാം. അങ്ങനെ പറഞ്ഞ പറ്റില്ല. അല്ല, നീ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പാടും. നീ എന്റെ കൂട്ടുകാരന്മാര് വന്ന് ഭക്ഷണം കഴിക്കുന്ന അവൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തേ ഒന്ന് ഇങ്ങോട്ട് വരുമോ? സഹിക്കണം. എത്ര തവണ പറഞ്ഞ
പൊളി. അപ്പേ, ഒരു മുറി സാമ്പാറിനും ഒരു മുറി പാലും അത് മതി. തേങ്ങ ഉടക്കാനേ വിളിച്ചതാ. ഇവിടെ തേങ്ങ ഇങ്ങനെയാണ് ഉടക്കാറ്. ഇവിടെ ഇങ്ങനെ തേങ്ങ ഉടക്കണ പോലെ അങ്ങനെ ഉടക്കാറുണ്ടോ? ഏതാ ബാലു, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാനെന്താ കട്ടാക്കിയിട്ടില്ലല്ലോ അത്. ഞാൻ റേഷൻ കടയിൽ പോവാൻ വേണ്ട, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ പൈസ ഉണ്ടാവും. ദയവ് ചെയ്ത് പൊങ്ങച്ചൻ പറഞ്ഞ ആരും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണ്ട. ഇവിടെ ഉള്ളത് ചായയും കൂടി ഇട്ട് കൊടുക്കാൻ. എല്ലാവരോടും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് വരാൻ പറയട്ടോ. ബാലുവിനെ കുറിച്ച് ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മൾ വിചാരിച്ച മരുന്നല്ല, ബാലുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. എല്ലാ കാര്യവും എനിക്കറിയാം. എടാ ബാലു, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പറയുന്നതാണ്. ഞങ്ങൾ കൂട്ടുകാരെ ഇവിടെ ഇല്ലേ, അവരോട് പറയാൻ മടിയാണ്. നിനക്ക് എന്നോടൊരു വാക്ക് വിളിച്ച് പറയാനല്ലേ. എടാ, നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ എത്ര പ്രാവശ്യം ഞാൻ ഭക്ഷണമായി കഴിച്ചിരുന്ന അറിയോടാ. എനിക്കൊക്കെ അത് മറക്കാൻ പറ്റുമോടാ? നമുക്ക് ആർക്കെങ്കിലും അത് മറക്കാൻ പറ്റുമോടാ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിനക്കൊന്നും എന്നെ വിളിച്ച് അറിയിക്കായിരുന്നില്ലേ? അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. സോറിയോ? ഈ എന്നോട് പല ചേച്ചി, ബാലു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചല്ല, ഞാൻ ബാലുവിനോട് നിർബന്ധിച്ചാണ് ഞാൻ ഇങ്ങോട്ട് ബാലുവിന്റെ കൂടെ പോകുന്നത്. തൽക്കാലം ബാലു ഇരിക്കട്ടെ, നിന്റെ അത്യാവശ്യ കാലം. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല.